നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രഘുവേട്ടൻ പോയിട്ട് എത്ര ടൈമായി? ഇത് വാങ്ങിക്കാൻ ഇത്രയും സമയം വേണോ? ഞാൻ പോയിട്ട് അത്ര സമയമൊന്നും ആയില്ലല്ലോ. ജംഗ്ഷനിൽ നിന്നല്ല വാങ്ങിയത്, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാ. അത് കുറച്ച് ദൂരമുണ്ടേ. എന്നാലും വണ്ടിയിലല്ലേ പോയെ? വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്തായിരുന്നു. ആ അല്ലേ അമ്പിളി ചേച്ചി? എടി, നീ നിന്ന് കിന്നാരം ചോദിക്കാതെ അതിങ്ങി തന്നെ. നീ ഒന്ന് മക്കളടുത്തേക്ക് ചെല്ലുതേ. അവര് മൂന്നുപേരും കൂടെ ചിപ്സ് കഴിക്കുക. തൊണ്ടരൊന്നും കുരുങ്ങാതെ പോയി നോക്ക്. ശരി ചേച്ചി, ഞാൻ നോക്കിക്കോളാം. ഞാൻ കൊണ്ടുവെക്ക രഘുവേട്ട. വേണ്ട, ഞാൻ കൊണ്ടുവച്ചോളാം. നീ മക്കളടുത്തേക്ക് ചെല്ല്. ലിസ്റ്റിലുള്ളതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അമ്പിളി, ഞാൻ ഇത് ചീരുവിന്റെ മോന് വേണ്ടി വാങ്ങിയതാ. നമ്മുടെ വകയായി കുഞ്ഞിന് ഇതുവരൊന്നും കൊടുത്തില്ലല്ലോ. സ്വർണത്തിന് ഇപ്പം അടുക്കാൻ പറ്റാത്ത വില. നൂലുകെട്ടിന് ഒരു സ്വർണ്ണ മോതിരെങ്കിലും നമുക്ക് കൊടുക്കാം. തൽക്കാലം നീ ഇത് മോന്റെ കാലിൽ ഇട്ട് കൊടുക്ക. ഞാനെന്തിനാ ഇട്ട് കൊടുക്കുന്നേ? വാങ്ങിച്ച ആള് തന്നെ ഇട്ട് കൊടുത്തേക്ക്. അമ്പിളി, നിനക്ക് എന്നോടുള്ള ദേഷ്യം ഒരു പിഞ്ചു കുഞ്ഞിന്റെ കാര്യത്തിലും കാണിക്കണം. ഈ ഗിഫ്റ്റ് അവനൊന്ന് കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റേ എന്റെ അധ്വാനം. അതിന്റെ അവസാനം വരെ ഞാൻ കൊടുക്കും. എന്റെ വകയായിട്ടേ അവർക്ക് അത് മതി. ഗിഫ്റ്റ് കൊണ്ടുവന്നേക്കുന്നു. കൊള്ളാവോ? എന്താടാ, കൊള്ളാം, നന്നായിട്ടുണ്ട്. ലച്ചന് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ രഘുവേട്ടാ? ഇഷ്ടായോ? ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതല്ലേ, എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കും. നല്ല ഭംഗിയുണ്ട്. മോന്റെ കാലിന് നന്നായിട്ട് ചേരുന്നുണ്ട്. എന്താ രഘുവേട്ടന്റെ മുഖത്തൊരു പൂർണ്ണചന്ദ്രൻ ഉദിക്കാത്ത? അമ്പിളി ചേച്ചി കൂടെ വരാത്തോണ്ടാണോ? ഞാൻ എന്ത് ചെയ്തിട്ടാ ചീരു അവൾ ഇപ്പോഴും എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രഘുവേട്ടൻ കുറച്ചുകൂടി ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നീട് പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നതാണല്ലോ. അമ്പിളി ചേച്ചി ഇപ്പൊ ആ ഒരു മാനസികാവസ്ഥയല്ല. ചീരു, അതിന് അവൾക്ക് സംശയം ഉണ്ടാവുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. രഘുവേട്ടൻ കടയിൽ പോയിട്ട് വരാൻ താമസിച്ചത് ഒന്നാമത്തെ സംശയം. ഇവിടുന്ന് പോയ ശേഷം കുറെ അധികം നേരം രഘുവേട്ടൻ ഫോണിലായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ സംശയം.
ചിരു ഞാൻ എൻ്റെ ഫോണ് രഘുവേട്ടനെ ആരെയും വിളിച്ചിട്ടില്ല എന്ന് മാത്രം പറയണ്ട. അമ്പിളി ചേച്ചിയുടെ സംശയം തീർക്കാൻ ദയ രഘുവേട്ടനെ വിളിച്ചു നോക്കിയപ്പോ രഘുവേട്ടന്റെ ഫോൺ ബിസി ആയിരുന്നു. ഞാൻ ഫോൺ സംസാരിച്ചെന്നുള്ളത് ശരിയാ. അത് ഞാൻ ആരെ അങ്ങോട്ട് വിളിച്ചതല്ല. അമ്മാവനൊരു സീരിയസ് കാര്യം പറയാനായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. അച്ഛനോ? അതെ. ആ അമ്മവാ, എന്തായി പറഞ്ഞു? ആ രഘു, ഞാൻ സച്ചിയെ കണ്ടിരുന്നു. ആ കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. ആണോ? എന്നിട്ട് സച്ചി സാറെന്ത് പറഞ്ഞു? ഗോകുലുണ്ടായിരുന്നോ അവിടെ? ഇല്ല രഘു, ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഞങ്ങൾ പുറത്തു വെച്ചിട്ട് കണ്ടാ സംസാരിച്ചത്. അല്ല, അതെന്തു പറ്റി? ചെറിയ പ്രശ്നങ്ങളുണ്ട് രഘു. എന്താ അമ്മവാ, എന്താ പ്രശ്നം? അത് മഞ്ചാടിക്ക് വേറൊരു ചെറുപ്പക്കാരനുമായി ബന്ധമുണ്ടെന്നല്ലേ രഘു അതിനർത്ഥം? ഇടയ്ക്ക് ഒരു കോൾ വരുന്ന ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മാവൻ ഇങ്ങനെ ഒരു സീരിയസ് കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിക്കാനാണോ എനിക്ക് നേരം ചെയ്തത്. പിന്നെ കോളിന്റെ കാര്യം ഞാൻ മറക്കുകയും ചെയ്തു. അത് വിട് രഘുവേട്ട, സംശയിക്കുന്നവർ സംശയിക്കട്ടെ. പിന്നെ എനിക്ക് സത്യം മനസ്സിലായല്ലോ. അവസാനം എന്തു പറഞ്ഞ ഫോൺ വെച്ചത്? അമ്മാവൻ ചിലപ്പോ 2 ദിവസം അവിടെ തങ്ങിയെന്ന് വരും. അമ്മാവനൊരു ആശങ്ക അറിയിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ മഞ്ചാരിയുടെ കാര്യത്തിൽ അത്ര വലിയ ടെൻഷനൊന്നും ഇപ്പൊ അമ്മാവനില്ല. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്ന സാധാരണയല്ല. എന്തായാലും ചെറിയൊരു അന്വേഷണം അമ്മാവൻ നടത്തുമായിരിക്കും. അത് മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ല രഘുവേട്ട. മഞ്ചാടി അങ്ങനെയൊന്നും ചെയ്യില്ല. തൽക്കാലം ഇത് വേറെ ആരും അറിയേണ്ടെന്ന് അമ്മാവൻ പറഞ്ഞു. ഞാൻ പിന്നെ എന്റെ അവസ്ഥ ഇതായതുകൊണ്ട് നിന്നോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല രഘുവേട്ട. ഞാൻ വേറെ ആരോട് ഇത് പറയാൻ പോകുന്നില്ല. മഞ്ചാടിയെ കുറിച്ച് ഇങ്ങനെ വല്ല അറിഞ്ഞാൽ പിന്നെ അമ്പിളി ചേച്ചിക്ക് തല വഹിക്കാൻ അത് മതി. അല്ലെങ്കിൽ തന്നെ ഒരു അഗ്നിപർവ്വതം തലയിൽ പുകയുന്നുണ്ട്. ചിരു, നീ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. എന്റെ ഫോൺ ഇരിപ്പുണ്ട്.